ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, കഴിഞ്ഞ ഏതാനും നാളുകളായി നാം ചിന്തിച്ചു വന്ന വിഷയം ശുദ്ധഹൃദയം എന്നുള്ള ഒരു വിഷയമായിരുന്നു, ഹൃദയവിശുദ്ധി. കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചത് അത് സ്വയനീതീകരണം ഇല്ലാത്ത ഒരു ഹൃദയമാണ്, സെൽഫ് ജസ്റ്റിഫിക്കേഷൻ ഇല്ലാത്ത ഹൃദയം. ഒരു കാര്യത്തിനും സ്വന്തമായ നീതീകരണമില്ല. എന്ത് ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് കൽപ്പിച്ചാലും അതേ കർത്താവേ, അതേ കർത്താവേ. നീ ഒരു പന്നിച്ചട്ടി കിടന്നവനാണ്, അതേ കർത്താവേ. നീ നഷ്ടപ്പെട്ടവനാണ്, അതേ കർത്താവേ. നീ ഒരു അശുദ്ധനാണ്, വിശുദ്ധിയെ തൊട്ട് തീണ്ടാത്തവനാണ്, അതേ കർത്താവേ. നീ ദൈവത്തെ തള്ളിപ്പറഞ്ഞവനാണ്, അതേ കർത്താവേ. ഒരു നന്മയെ എനിക്ക് പറയാനില്ല. ദൈവത്തിന് സ്തോത്രം. സെൽഫ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരിക്കലുമില്ല. തന്നെയല്ലാതെ മറ്റുള്ളവരുടെ ആരെയും കുറ്റവും കാണാത്ത ഒരു ഹൃദയമാണ്. ആരുടെയും കുറ്റം കാണുന്നില്ല. ദൈവത്തിന് സ്തോത്രം. സ്വന്തം കുറ്റം മാത്രം കാണുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, അതാണ് ഹൃദയവിശുദ്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം, ഒരു സ്വഭാവം. ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, വിശ്വാസം എന്നതാണ് സ്വത്ത്. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമായ വിശ്വാസം. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണത്. സ്വർഗമുണ്ടോ? ഉണ്ട്. കാരണം എന്താ? ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ആശിക്കുന്നതിൻ്റെ ഉറപ്പാണത്. സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിനക്ക് ആഗ്രഹമുണ്ടോ? എനിക്ക് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. ആ വിശ്വാസം, ഞാൻ ഇന്ന് മരിച്ചാൽ എൻ്റെ കർത്താവിൻ്റെ രാജ്യത്തിലെത്തും. യേശുവിനെ അള്ളിപ്പിടിച്ചിരിക്കുമ്പോഴുള്ള വിശ്വാസം. എല്ലാം മാറിയിട്ടല്ല, പാപം മാറിയിട്ടല്ല, അഴുക്ക് മാറിയിട്ടല്ല, എന്നെ മുറുകെ പറ്റുന്ന പാപങ്ങൾ മാറിയിട്ടല്ല, അശുദ്ധി മാറിയിട്ടല്ല, മറ്റുള്ളവരോടുള്ള കോപവും അവരോടുള്ള ഇടപാടുകളിലെല്ലാം വരുന്ന അസഹിഷ്ണുതയും വാശിയും ഇഷ്ടക്കുറവും മുഷിച്ചിലും നീരസവും ഒന്നുമില്ലാഞ്ഞിട്ടല്ല. എല്ലാത്തിൻ്റെയും വേരുകൾ അവിടെ ഉണ്ട്. അത് അംഗീകരിക്കുന്നു. കർത്താവേ, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ നിൻ്റെ വചനം പറയുന്നല്ലോ, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാണെന്ന്. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. അത് നിൻ്റെ വചനമാണല്ലോ. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ എനിക്ക് സൗജന്യമായൊരു നീതീകരണം കിട്ടും. സൗജന്യമായി നീ എന്നെ നീതീകരിക്കും. ഒറ്റ കാര്യമേ നീ ആവശ്യപ്പെടുന്നുള്ളൂ. മോനെ, വിശ്വസിക്കുന്നുണ്ടോ? നീ വിശ്വസിക്കുന്നുണ്ടോ? നിന്നെ സൗഖ്യമാക്കുവാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നിന്നെ ഞാൻ തൊടും. എങ്കിൽ നിൻ്റെ രോഗം ഞാൻ മാറ്റും. നിൻ്റെ പാപരോഗം ഞാൻ മാറ്റും. നിൻ്റെ ആപരാധികൾ ഞാൻ മാറ്റും. ഞാൻ നിനക്ക് സൗഖ്യം തരും. നിൻ്റെ ആത്മാവിന് സൗഖ്യം തരും. അല്ലാതെ നിൻ്റെ ശരീരത്തിന് സൗഖ്യം ആവശ്യമാണോ? അതും ഞാൻ തരും. നിൻ്റെ ആത്മാവിൻ്റെ കാര്യം നേരെയായാൽ നിൻ്റെ രോഗത്തിൻ്റെ കാര്യവും നിൻ്റെ ശരീരത്തിൻ്റെ കാര്യവും ഈ ലോകത്തിലെ നിൻ്റെ ആവശ്യങ്ങളുടെ കാര്യവും മക്കളുടെ കാര്യവും എല്ലാം എൻ്റെ ദൈവത്തിൻ്റെ അത് വിഷയമാണ്. അതും അവൻ കരുതും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. എപ്പോഴും ഓർക്കേണ്ട വചനമാണ്. മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. അത് ദൈവത്തിൻ്റെ വചനമാണ്. പ്രിയപ്പെട്ടവരെ, ആകയാൽ ഈ കർത്താവായ യേശു നീതീകരിക്കുന്നവനാണ് സാക്ഷാൽ നീതിമാൻ. ദൈവത്തിന് സ്തോത്രം. അതിനെ വെളിപ്പെടുത്തുന്നതായ, അതിനെ കർത്താവ് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞ് വിശദീകരിച്ച് തരുന്നതായ ഒരു ഭാഗമാണ് കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചത്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അതിൽ ഒരു ഭാഗം നമുക്കിപ്പോൾ വായിക്കാം. 8-ാമത്തെ വാക്യം. പിന്നെ അവൻ ദാസന്മാരോട്, കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. ആകയാൽ വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെ ഒക്കെയും കല്യാണത്തിന് വിളിപ്പീനെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. ലോകസ്ഥാപനത്തിന് മുമ്പേ ക്ഷണം കിട്ടി. ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ ഈ സ്വർഗീയമായ തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറയുന്നത്.
എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിച്ചു കേൾക്കാം. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിച്ചു. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിച്ചു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ നമ്മെ അവൻ തിരഞ്ഞെടുത്തു. ക്രിസ്തുവിൽ നമ്മെ മുൻ നിയമിച്ചു. പ്രിയപ്പെട്ടവരെ, ലോകസ്ഥാപനത്തിന് മുമ്പേ സംഭവിച്ച കാര്യമാണത്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ തുടർന്ന് ആ മുൻ നിയമിച്ചതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് നാം ചിന്തിച്ചത്. റോമർ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം. റോമർ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ, അവന്റെ സ്വഭാവം പ്രാപിപ്പാൻ, അവന്റെ വിശുദ്ധി പ്രാപിപ്പാൻ, അവന്റെ സ്നേഹം പ്രാപിപ്പാൻ, അങ്ങനെ നാം അവന്റെ രാജ്യത്തിന്റെ അവകാശികളാകുവാൻ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നും ചെയ്യുന്നതായ പ്രവൃത്തി അതാണ്. വിളി കിട്ടി. പ്രിയപ്പെട്ടവരെ, മുൻ നിയമിച്ചവരെ വിളിച്ചവരെ കർത്താവ് സൗജന്യമായി നീതീകരിച്ചു. സൗജന്യമായ നീതീകരണം അത് അവൻ്റെ തന്നെ ഒരു സ്വർഗീയ പ്ലാനാണ്. എനിക്ക് ഒരു പാപമെങ്കിലും ജയം കിട്ടിയെങ്കിൽ, എന്നിൽ നിന്നൊരു പാപമെങ്കിലും മാറിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിൻ്റെ പ്ലാനാണ്, ദൈവത്തിൻ്റെ സൗജന്യമായ ദാനമാണ്. അല്ലാതെ എനിക്കതിലൊരു റോളുമില്ല. ഞാൻ വിശ്വസിച്ചാൽ മാത്രം മതി. വിശ്വസിക്കുന്നവർക്കാണ് ഈ രക്ഷ. ദൈവത്തിന് സ്തോത്രം. മറന്നു പോകരുത്. ദൈവം ഒരു വചനം തന്നോ, വിശ്വസിച്ചേ തീരൂ. പ്രിയപ്പെട്ടവർ, ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ പോരാ. ബുദ്ധിയിൽ അപകടം ചെയ്യരുത്. ബുദ്ധിയിൽ ചകഞ്ഞു നോക്കിക്കൊണ്ട് നീ അത് വിശ്വസിക്കാനിരുന്നാൽ അത് നടക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. അനേകർക്ക് വചനത്തിൽ കൂടെയാണെങ്കിലും ഈ വചനത്തിലുടനീളം അത് ബുദ്ധിയിൽ ചിന്തിച്ചവർക്കെല്ലാം നാശകരമായി പോയിട്ടുണ്ട്. ആർക്കും പ്രയോജനപ്പെട്ടില്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ യേശു എന്നോടൊരു കാര്യം പറഞ്ഞു പോ. ദൈവമേ, അത് അങ്ങനെ തന്നെ, പിന്നെ മാറ്റമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ക്ഷണിക്കപ്പെട്ടവർ യോഗ്യരായില്ല. ആകയാൽ വഴിത്തലക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഒരു കാലമാണിത്. ക്ഷണിക്കപ്പെട്ടവർ യോഗ്യരായില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ യോഗ്യരായില്ല. അവർ തള്ളിപ്പറഞ്ഞു. തിരഞ്ഞെടുക്കപ്പെട്ട യഹൂദജാതി കർത്താവിനെ തള്ളിപ്പറഞ്ഞു. അവനെ വിശ്വസിച്ചില്ല. ദൈവപുത്രനെന്ന് വിശ്വസിച്ചില്ല. ദൈവമക്കളെ, എന്തുണ്ടായി? തള്ളിക്കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ലോകത്തിൽ അലയുന്നവരായി മാറി, ലോകത്തിൽ ഒന്നുമല്ലാതെയായി മാറി. ജന്മദേശവും സ്വന്തം ദേശവും സ്ഥലങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു. യഹൂദജാതിക്കുണ്ടായതായ വലിയ വലിയ കെടുതി എന്തുകൊണ്ട്? സ്വന്തം ജാതിയായി സ്വന്തം ജനമായി ദൈവം തിരഞ്ഞെടുത്തു. സർവ്വജാതികളിലും വെച്ച് നിങ്ങളെ മാത്രം എൻ്റെ പ്രത്യേക സമ്പത്തായി ഞാൻ തിരഞ്ഞെടുത്തു എന്ന് കർത്താവ് പറഞ്ഞതാണ്. മോശെ മുഖാന്തരം അരുളി ചെയ്തതാണ്. മറ്റു പ്രവാചകന്മാർ ഓർപ്പിച്ചതാണ്. പക്ഷേ ആ രക്ഷകനായ ക്രിസ്തു വന്നപ്പോൾ വിശ്വസിച്ചില്ല. കന്യക ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേരിടണം. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. പക്ഷേ ഇമ്മാനുവേൽ അവർക്കൊരിക്കലും സ്വീകാര്യനായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായ മക്കളുടെ അടുത്തിലേക്ക് വന്ന് അവൻ മുട്ടി വിളിച്ചു തുടങ്ങി. സ്വന്തമായവരോ അവരെ കൈക്കൊണ്ടില്ല. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ തിക്തഫലം വളരെ വളരെ ഗൗരവമാണ്. നമുക്ക് ആർക്കും അബദ്ധം പറ്റരുത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവം ആ സ്വന്തം ജനത്തെ തള്ളി എന്ന് നാം അറിയുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ അവർക്ക് ദൈവം ഇനിയൊരു ചാൻസ് കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അവരെ എന്നേക്കും തള്ളിക്കളഞ്ഞിട്ടില്ല. ഇനി അവർക്ക് ഒരു ചാൻസ് ദൈവം കൊടുക്കും. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് ശേഷം ഇനി അവർക്ക് മാത്രം അവസരം കൊടുക്കും. ദൈവത്തിന് സ്തോത്രം.
നീ തള്ളിക്കളഞ്ഞതായ യഹൂദജനം. ദൈവമേ, സക്രിയ പ്രവാചകത്തിൽ അത് വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, അവർക്ക് ഇനിയും എൻ്റെ കർത്താവ് ചാൻസ് കൊടുക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. അവരെയും കർത്താവിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽപ്പാൻ, അന്ന് അവരോട് വചനം പറയുവാൻ, അവരെ സത്യവചനം കൊടുക്കുവാൻ ദൈവം തന്നെ പ്രവാചകന്മാരെ അയക്കും. ആ അന്തിക്രിസ്തുവിൻ്റെ വെളിപ്പാടിന് ശേഷം, അന്തിക്രിസ്തു ലോകത്തിലേക്ക് വന്നതിന് ശേഷം, ആ വലിയ ആ പീഡയുടെ കാലത്ത്, ദൈവമേ, ആ ഗ്രേറ്റ് ട്രബുലേഷൻ്റെ കാലത്ത് ആ 2 പ്രവാചകന്മാരെ ദൈവം വരം കൊടുത്ത് ഭൂമിയിലേക്ക് അയക്കും. പ്രിയപ്പെട്ടവരെ, അവർ വന്ന് വചനം കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. അന്ന് മാനസാന്തരപ്പെട്ടാൽ, അന്ന് ആ വചനം കേട്ട് സ്വീകരിച്ചാൽ അവർക്ക് ഒറ്റയ്ക്കൊരവസരം കൂടി ദൈവം കൊടുക്കുന്നവനാണ്. ദൈവമേ, ദൈവത്തിന് സ്തോത്രം. മകനെ, നിനക്ക് എത്രമാത്രം അവസരങ്ങൾ എൻ്റെ ദൈവം തന്നു. എത്രയോ അവസരങ്ങൾ എൻ്റെ കർത്താവ് ഒരുക്കി തന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ നാം എത്രയോ പ്രാവശ്യം നിഷ്കരണം അതെല്ലാം തള്ളിക്കളഞ്ഞവരാണ്. ദൈവത്തിന് സ്തോത്രം. അനേക പ്രാവശ്യം സമർപ്പണം എടുത്തവരിത് വാക്ക് കേൾക്കുന്നില്ലേ? അനേക തീരുമാനങ്ങളെടുത്തവരിത് കേൾക്കുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്നും ആ വചനം തന്നെ വീണ്ടും വീണ്ടും ശ്രദ്ധയില്ലാതെ കേട്ടുവിട്ട് ശിക്ഷയാകുന്നവർ ഇന്നും ഉണ്ടല്ലോ. പ്രിയപ്പെട്ടവർ, നമുക്ക് അബദ്ധം പറ്റരുത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് വാദിക്കുമ്പോൾ നിങ്ങൾ ആ വചന നിധി പോലെ ആ ക്ഷണം സ്വീകരിക്കണം. ദൈവത്തിൻ്റെ ക്ഷണം സ്വീകരിക്കണം. അവൻ്റെ ഭവനത്തിലേക്കുള്ള ക്ഷണം സ്വീകരിക്കണം. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്കുള്ള ക്ഷണമാണിത്. ദൈവത്തിന് സ്തോത്രം. അവൻ 2ാമത് വരും. അവൻ മധ്യാകാശത്ത് വരുമ്പോൾ അവിടെ വലിയൊരു മണിപ്പന്തൽ ഒരുങ്ങും. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്കുള്ള മണിപ്പന്തൽ അവിടെ ഒരുക്കും. ഹല്ലേലൂയ. ദൈവമേ, അന്ന് ഞാനും അവിടെ ഉണ്ടാകും. ഞാനും പറന്നു പോകും. ആ കാഹളനാദം, എൻ്റെ കർത്താവിൻ്റെ കാഹളനാദം കേൾക്കുമ്പോൾ ഞാനും പറന്നു വരും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും യേശുവിൻ്റെ ഗംഭീരനാദം കേൾക്കുമ്പോൾ, ആ കാഹളനാദം കേൾക്കുമ്പോൾ കാഹളനാദത്തോടും കൂടെ അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പിന്നെ നാം എല്ലാ കാലവും എന്നും അവനോടുകൂടെ വാഴും. ദൈവത്തിന് സ്തോത്രവും. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 6, 7, 8 വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ആ വലിയ കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയിലേക്ക് നാം കടന്നു ചെല്ലുമോ? പ്രിയപ്പെട്ടവരെ, നാം ഒരുങ്ങിയോ? ദൈവത്തിന് സ്തോത്രം. ഇന്ന് ആ വിളിയാണ് നമുക്ക് കിട്ടുന്നത്. ക്ഷണിക്കപ്പെട്ട ഓരോ യോഗ്യരായില്ല. ആകയാൽ വഴിത്തലക്കൽ ചെന്ന് കാണുന്നവരൊക്കെയും കല്യാണത്തിന് വിളിപ്പിനെന്ന് പറഞ്ഞു. ഇന്ന് വഴിത്തലക്കൽ വന്ന്, പ്രിയപ്പെട്ടവരെ, ഓരോ ഭവനത്തിൻ്റെയും വാതിക്കൽ വന്ന്, ഓരോ വഴിത്തലക്കലും വന്ന് കാണുന്നവരോടൊക്കെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വാദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ വലിയ വേലയാണ് സുവിശേഷ വേല എന്ന് പറയുന്നത്. ഓരോ വഴിത്തലക്കലും ചെന്ന് ഈ ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പിച്ച് യേശു നിന്നെ വിളിക്കുന്നു മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെയും വിളിച്ച് ഈ കൃപയുടെ വലിയ സിംഹാസനം മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ജോലിയാണ് സുവിശേഷ വേല. അത് വചനം കേട്ട് മാനസാന്തരപ്പെട്ട യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച ഏതൊരു വ്യക്തിക്കും ഇപ്പേർപ്പെട്ടവർക്കും ഉള്ളത് ദൗത്യമാണ്. പ്രിയപ്പെട്ടവരെ, സുവിശേഷ വേല എന്ന് പറയുന്നത് അത് നിങ്ങൾ ഏറ്റെടുത്തുവോ? പ്രിയപ്പെട്ടവരെ, ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ ഞാൻ സുവിശേഷ വേല ചെയ്തിരിക്കണം. ദൈവത്തിന് സ്തോത്രം. എ ക്രിസ്ത്യൻ ഹു ഈസ് നോട്ട് എ ഗോസ്പൽ വർക്കർ ഈസ് നോട്ട് എ ക്രിസ്ത്യൻ അറ്റ് ഓൾ. എ ക്രിസ്ത്യൻ ഹു ഈസ് നോട്ട് എ ഗോസ്പൽ വർക്കർ ഈസ് നോട്ട് എ ക്രിസ്ത്യൻ അറ്റ് ഓൾ. ഒരു സുവിശേഷ സുവിശേഷകനല്ലാത്ത ക്രിസ്ത്യാനിയല്ല എന്ന്. ദൈവമേ, അനേകർക്ക് ഈ വെളിച്ചം കിട്ടാത്തവരില്ലേ? അനേകർ ഇങ്ങനെ ഒരു രക്ഷയുടെ വഴിയുണ്ടെന്ന് അറിയാത്തവരില്ലേ? അത് അവരെ അറിയിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അൾട്ടിമേറ്റ് റിസൾട്ട്? അവസാന ഫലം എന്തായിരിക്കും? പ്രിയപ്പെട്ടവർ, അത്രയും പേര് ദൈവം കണ്ടവരും വിളിച്ചവരുമായിട്ടുള്ള ആൾക്കാർ നിത്യനരകത്തിലേക്ക്, പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോയി നിത്യദണ്ഡന അനുഭവിക്കുന്നത് കാണേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. അതിൽ നിന്ന് അവരെ രക്ഷിക്കാനാണല്ലോ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ വിളിച്ച് സുവിശേഷ വേല പരമേൽപ്പിച്ചത്. ദൈവത്തിൻ്റെ വലിയ നാമമഹത്വപ്പെടട്ടെ. ഞാൻ കൂടെ ആ കാര്യം പറഞ്ഞു പോയെന്നേ ഉള്ളൂ. വഴിത്തലക്കൽ കണ്ടവരെയൊക്കെയും വിളിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. അടുത്ത വാക്യം നമുക്കൊന്ന് വായിക്കാം. ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്തൊരു മനുഷ്യനെ അവിടെ കണ്ടു. ഇന്ന് ദൈവവിളിയുടെ കാലമാണ്. വഴിത്തലക്കൽ ചെന്ന് കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. ദൈവമേ, ഞാൻ ഒരു നല്ലവനായിരുന്ന സമയത്തല്ല എന്നെ ദൈവം ഈ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ള കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ നല്ലവനായിട്ടല്ല, ഞാനൊരു ദുഷ്ടനായിരുന്നു, ഞാനൊരു അവിശ്വാസിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പാപത്തിൽ രസിച്ചവനായിരുന്നു. പ്രിയപ്പെട്ടവരെ, കുടുംബം കലക്കുന്നവനായിരുന്നു.
ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ അപ്പനെയും അമ്മയും കണ്ണീര് കുടിപ്പിച്ചവനായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ എൻ്റെ ദൈവത്തിന് എന്നോട് മനസ്സലിവ് തോന്നി. എന്തോ ആ വിളി എന്നെ നിർബന്ധിച്ചിട്ടാണെങ്കിൽ ആ വിളി സ്വീകരിക്കാനൊരു ഭാഗ്യം തന്നു. ഞാൻ ദൈവവചനത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നു. ആ വിരുന്നുശാലയിലേക്ക് അകത്താകാൻ ദൈവം ഭാഗ്യം തന്നു. ഇന്നും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല പ്രിയപ്പെട്ടവർ. ഒരിക്കലും ഒരു തെറ്റായ തീരുമാനമെന്ന് ഒരിക്കലും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. എന്നെ ഏത് ആത്മാവ് വിളിച്ചു കൊണ്ടുവന്നുവോ, ഏത് പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നുവോ, ഏത് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നുവോ, ഇന്നും തിരിഞ്ഞ് അതിൽ യാതൊരു സംശയമില്ല. സംശയലേശമെന്നേ പൂർണ്ണമായി ആത്മാവിനെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇന്നും ചേർന്ന് നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും എനിക്കത് ആത്മാവിനെ വിശ്വാസം വന്നിട്ടില്ല. കാരണം ഇന്നത്തെ നിലയിൽ എന്നെ ആക്കിയത് എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവാണ്. ആ ആത്മാവിനെ ഞാൻ എങ്ങനെ തള്ളിപ്പറയും പ്രിയപ്പെട്ടവർ? പിന്നെ ഞാൻ ജീവിച്ചിട്ട് എന്ത് കാര്യം? പിന്നെ എൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? നിത്യനരകത്തിലല്ലേ ഞാൻ പിന്നെ പോകുന്നത് പ്രിയപ്പെട്ടവർ? എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവ് എനിക്കൊരു അദൃഢമായ വിശ്വാസം എനിക്ക് തന്നു. ഞാൻ ഇന്നും അതുപോലെ ആ വചനം കേട്ട് ദൈവമേ ഞാൻ ചേർന്ന് നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആവോളം എൻ്റെ കർത്താവിനെ സാക്ഷിച്ചുകൊണ്ട്, എൻ്റെ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ട് വേറെ ഒന്നും എനിക്ക് പറയാനില്ല പ്രിയപ്പെട്ടവരെ. മോനെ, യേശു നിന്നെ വിളിക്കുന്നു. യേശു നിൻ്റെ രക്ഷകനാണ്. നീ അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മകനാണ്. നീ അത് മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ ഭവനത്തിലേക്ക് നീ വരിക. ഭവനത്തോട് ചേരുക. ദൈവത്തിൻ്റെ സ്തോത്രം. ഭൂമിയിലുള്ള ഏതെങ്കിലും വ്യക്തിയെയോ ഭവനത്തെയോ ഒന്നും അല്ല പ്രിയപ്പെട്ടവരെ ഈ ചൂണ്ടിക്കാണിക്കുന്നത്. അതെൻ്റെ ദൈവത്തിൻ്റെ ഭവനമാണ്. എൻ്റെ യേശു ഉള്ളിടം അവൻ്റെ ഭവനം. ദൈവത്തിന് സ്തോത്രം. നിത്യയുഗങ്ങൾ ആ ഭവനത്തിൽ യേശുവിനോട് കൂടെ ഇരിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ അതിനാണ് യേശു എന്നെ വിളിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. ഹല്ലേലൂയ. ദൈവമേ, എൻ്റെ കർത്താവ് ഒരുക്കുന്നതായ വിരുന്നുശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്തൊരു മനുഷ്യനെ അവിടെ കണ്ടു. സ്നേഹിതാ, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്തു വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ക്ഷണം കിട്ടിയതാണ്, വിളി കിട്ടിയതാണ്, ക്ഷണം കിട്ടിയതാണ്. ലോകാരംഭത്തിന് മുമ്പേ തിരഞ്ഞെടുത്തുവെന്ന് അറിയിച്ചതാണ്. നീ ഇനി വന്നാൽ മാത്രം മതി, വേറെ ഒന്നും നീ ചെയ്യണ്ട. എന്നാൽ വരുമ്പോൾ ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് വന്നാൽ, ഈ വിരുന്നുശാലയിലേക്ക് വന്നാൽ നിനക്ക് ഒരു കല്യാണ വസ്ത്രം ഫ്രീ ആയിട്ട് തരും. ഹല്ലേലൂയ. എൻ്റെ ദൈവമേ, ഫ്രീ ആയിട്ടൊരു കല്യാണ വസ്ത്രം, ഒരു വിശേഷ വസ്ത്രം. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ ദൈവമേ, പലതരം വസ്ത്രങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യോഹന്നാൻ സാറിൽ കൂടെ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ആ പുസ്തകങ്ങളിലും എഴുതി വച്ചിട്ടുണ്ട്. എൻ്റെ ദൈവമേ, ഇവിടെ ഈ കല്യാണ വസ്ത്രം അത് നീതീകരണത്തിൻ്റെ വസ്ത്രമാണ്. നീതീകരണത്തിൻ്റെ വസ്ത്രമാണ്. ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്. ഒറ്റ കാര്യമേ ഉള്ളൂ. നീ വിരുന്നുശാലയിലേക്ക് വരുവാനുള്ള ആഹ്വാനം സ്വീകരിച്ചു. നീ ആ കൃപാവലയത്തിനായി അകത്തായി. നിന്നെ ദൈവത്തിൻ്റെ വചനം കേൾപ്പിച്ചു. കർത്താവിൻ്റെ ആഗ്രഹം നിന്നെ അറിയിച്ചു. മോനെ, നീ നഷ്ടപ്പെടാനുള്ളവനല്ല. നിന്നെ ഞാൻ ലോകാരംഭത്തിന് മുമ്പേ കണ്ടവനാണ്. നീ ഈ നാശത്തിലേക്ക്, നീ നിത്യമായ നരകത്തിലേക്ക് നീ പോകേണ്ടവനല്ല. നീ ആ തീപ്പൊയ്കയിൽ കിടന്ന് വെന്തു പോകേണ്ടവനല്ല. ദൈവത്തിന് സ്തോത്രം. ചാകാത്ത പുഴുവും കെടാത്ത തീയുമെന്ന് ഉള്ളതായ നിത്യനരകത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകേണ്ടവനല്ല. ഞാൻ നിനക്ക് വേണ്ടി ജീവൻ തന്നവനാണ്. നീ ഒരിക്കലും ആ നിത്യനരകത്തിൽ പോകാനല്ല ഞാൻ നിനക്ക് വേണ്ടി മരിച്ചത്. മോനെ, നീ വരിക. ഈ വചനം നീ സ്വീകരിക്കുക. എൻ്റെ രക്തത്തിൻ്റെ വിലയല്ലയോ നീ? ആ രക്തമല്ലയോ നിന്നോട് സംസാരിക്കുന്നത്? കർത്താവ് വിളിക്കുകയാണ് പ്രിയപ്പെട്ടവർ. ദൈവത്തിന് സ്തോത്രം. ആ കല്യാണ വസ്ത്രം കയറി വരുമ്പോൾ തന്നെ ആ പന്തലിൽ ഒരു സ്ഥലത്ത് കല്യാണ വസ്ത്രം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അകത്ത് കയറി വരുന്നവർക്കെല്ലാം കല്യാണ വസ്ത്രം ദൈവം കൊടുക്കുന്നുണ്ട്. ആ യജമാനൻ കൊടുക്കുന്നുണ്ട്. വീട്ടുടയവൻ കല്യാണ വസ്ത്രം കൊടുക്കുന്നുണ്ട്. സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. ഒരു വിലയും കൊടുക്കണ്ട. എന്താണ് ആ കല്യാണ വസ്ത്രം? അത് നീതിയിൻ വസ്ത്രം. അതാണ് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്. വിശ്വാസത്താലുള്ള നീതീകരണം. എൻ്റെ ദൈവം, എൻ്റെ യേശു, എൻ്റെ കർത്താവ്, എൻ്റെ രക്ഷകൻ, എനിക്ക് വേണ്ടി ജീവൻ തന്നവൻ, തിരുരക്തം ഊറ്റി തന്നവൻ, അവൻ എനിക്ക് വേണ്ടി ഭവനം ഒരുക്കിയിട്ടുണ്ട്. അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതുണ്ട്. പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വാഗ്ദാനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് വെച്ചിരിക്കുകയാണ്.
എൻ്റെ കർത്താവേ, എനിക്ക് ആ ഭവനത്തിൽ വന്നു ചേരണം. ആ ഭവനത്തിൽ വന്നു ചേരണമെങ്കിൽ അതിനു മുമ്പ് ഈ കല്യാണ സദ്യ നടക്കണം. ഈ വിരുന്നുശാലയിൽ നീ പ്രവേശിക്കണം. അവിടെ നിനക്ക് സൗജന്യമായി തരുന്നതായ ആ കല്യാണ വസ്ത്രം നീ മേടിച്ച് ധരിക്കണം. നിന്റെ പഴയ ആളത്തെ മുഴുവനായിട്ട് അങ്ങ് കവർ ചെയ്യപ്പെടണം. പാപം നിറഞ്ഞതായ നിന്റെ സ്വരൂപം മാറണം. ആദാമ്യ സ്വരൂപം മാറണം. പാപമുള്ള സ്വരൂപം മാറണം. ദൈവത്തിൻ്റെ സാദൃശ്യമായി മാറണം. വിശുദ്ധിയുടെ സാദൃശ്യമായി മാറണം. സ്നേഹത്താൽ ജ്വലിക്കുന്ന സാദൃശ്യമായി മാറണം. യേശുവിൻ്റെ സ്വഭാവം പ്രാപിക്കണം. യേശുവിൻ്റെ ക്ഷമ പ്രാപിക്കണം. യേശുവിൻ്റെ സൗമ്യത പ്രാപിക്കണം. യേശുവിൻ്റെ വിനയം പ്രാപിക്കണം. യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ വിശുദ്ധി. മോനെ, അത് നീ പ്രാപിച്ചുവോ? അത് പ്രാപിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് അത് സൗജന്യമായി എൻ്റെ കർത്താവ് തരികയാണ്. ദൈവത്തിന് സ്തോത്രം. വിരുന്നുശാലയിൽ വന്നു, നിനക്കത് സൗജന്യമായി മേടിച്ചുകൊണ്ട് ഈ വിരുന്നുശാലയ്ക്കകത്ത് പ്രവേശിക്കാം. ഇവിടെ എന്താണ് നാം കാണുന്നത്? ആ കല്യാണ വസ്ത്രം സൗജന്യമായി കൊടുക്കുന്നതാണെങ്കിലും അത് സ്വീകരിക്കാതെ, അതിനെ അവഗണിച്ചുകൊണ്ട്, അതിനെ ഡിസ്കാർഡ് ചെയ്തുകൊണ്ട് ഇതാ ഒരാൾ അകത്ത് വന്നിരിക്കുന്നു. ആരാ നോക്കാൻ വന്നത്? വീട്ടുടയവൻ തന്നെ നേരിട്ടാണ് വന്ന് നോക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. എന്താണത് കാണിക്കുന്നത്? ഒരു നാളൊരു ന്യായവിധിയുണ്ട്. മോനെ, ഇതെല്ലാം നീ കേട്ടിട്ടും അനേക പ്രാവശ്യം നിന്നോട് ദൈവത്തിൻ്റെ സ്നേഹം വാദിച്ചിട്ടും നീ കൈക്കൊള്ളാതെ, നീ സ്വന്തമായ ന്യായീകരണത്തിലും സ്വന്തമായ നീതീകരണത്തിലും ആശ്രയിച്ചുകൊണ്ട് നീ ജീവിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കല്യാണശാലയിൽ നിനക്ക് പ്രവേശനമില്ല. നീ പുറത്തു പോയേ പറ്റൂ. അന്ന് നിന്നെ ഈ കല്യാണശാലയിൽ നിന്നെ പരിശോധിക്കുന്നത് നിന്റെ ഉടയവനായ ദൈവം തന്നെയായിരിക്കും. അന്ന് എൻ്റെ യേശു, ഹല്ലേലൂയ, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പറയുന്ന പോലെ, 20-ാം അധ്യായത്തിൻ്റെ 15 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്ന പോലെ, അന്ന് അവിടെ ഒരു വെള്ളസിംഹാസനം ഉണ്ടായിരിക്കും. എല്ലാവരെയും ന്യായവിധിക്കുന്നതായ ഒരു വെള്ളസിംഹാസനം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്ന് ആരെങ്കിലും, പ്രിയപ്പെട്ടവരെ, ഈ കല്യാണ വസ്ത്രം, നീതീകരണത്തിൻ്റെ വസ്ത്രം ധരിക്കാതെ ഇരുന്നാൽ അവൻ അവിടെ ആ ന്യായവിധിയെ നേരിടേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മൾ ആ ന്യായവിധിയിലേക്ക് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. മോനെ, ഇന്ന് കല്യാണ വസ്ത്രം നീ സൗജന്യമായി മേടിച്ച് ധരിച്ചാൽ ആ വീട്ടുടയവൻ നോക്കുമ്പോൾ പിന്നെ നിനക്ക് ന്യായവിധിയില്ല. നിന്നെ സന്തോഷത്തോടെ സ്വീകരിച്ച് ആ ഭവനത്തിനകത്തേക്ക് നിന്നെ കൈക്കൊള്ളും. ഹല്ലേലൂയ. ആ വിശേഷമായ വസ്ത്രം നിന്നെ മൂടും. എന്ന് പറഞ്ഞാൽ നിന്റെ സകല പാപങ്ങളും, സഹോദര, നിന്റെ സകല പാപങ്ങളും, നാളിത് വന്നതായ സകല ലംഘനങ്ങളും, നിന്റെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന, നിന്റെ വ്യക്തിത്വത്തിൽ ലയിച്ചു കിടക്കുന്നതായ ആ മറഞ്ഞു കിടക്കുന്ന പാപ സ്വഭാവങ്ങളും എല്ലാം തങ്ക തിരുരക്തത്താൽ അവൻ കവർ ചെയ്തു തരും. അതാണ് നീതിയുടെ വസ്ത്രം. ക്രൂശിച്ചൊരിഞ്ഞ രക്തത്താൽ മോനെ നിന്നെ എൻ്റെ യേശു കഴുകും. ആ രക്തത്തിൽ കുളിച്ച്, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ ആ വസ്ത്രം, വിശേഷ വസ്ത്രം നിന്നെ അങ്ങ് ധരിപ്പിക്കും. ആ ഭദ്രകോടി നിന്നെ അങ്ങോട്ട് ഉടുപ്പിക്കും. അതിനകത്തായിരിക്കും നീ. പിന്നെ നിൻ്റെ ഒരു പാവം പോലും പിശാച് കാണുകയില്ല. നിന്നെ മറന്നു കിടക്കുന്ന വാശിയോ ഇഷ്ടക്കുറവോ മുഷിച്ചലോ എന്തുവാകട്ടെ, അശുദ്ധിയാകട്ടെ, അല്ലെങ്കിൽ മറ്റ് വ്യഭിചാര ആസക്തിയോ എന്തുവാകട്ടെ, പ്രിയപ്പെട്ടവരെ, എല്ലാം യേശുവിൻ്റെ രക്തത്താൽ അങ്ങ് കവർ ചെയ്യും. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എനിക്ക് ഈ പാപത്തിന്മേൽ ജയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരാശയോടെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്ക് എൻ്റെ ഈ സ്വയത്തിലും എൻ്റെ ഈ കോപ സ്വഭാവത്തിലും ജയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരാശയോടെ തലമുമ്പിട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് ദൈവം നിങ്ങൾക്ക് പ്രത്യാശയുടെ വചനം തരികയാണ്. ഇന്ന് നീ വിശ്വസിച്ചുകൊണ്ട്, എൻ്റെ യേശുവേ, ആ തങ്കത്തിൻ്റെ രക്തത്താൽ എന്നെ അങ്ങ് മൂടണമേ, എന്നെ കവർ ചെയ്യണമേ, ഒരിക്കലും കാണപ്പെടാതെ വണ്ണം എൻ്റെ സകല പാവങ്ങളുടെ രക്തം കൊണ്ട് മറച്ചു തരണമേ. ക്രൂശിച്ചൊരിഞ്ഞ രക്തം അത് സത്യമാണല്ലോ, അത് സത്യമാണല്ലോ. ആ രക്തം ഇന്നും ഗുണകരമായി സംസാരിക്കുന്നുണ്ടല്ലോ. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം, എൻ്റെ ദൈവമേ, അതിന് എന്നോട് വാദിക്കുമ്പോൾ ഞാൻ ആ രക്തത്തിൻ്റെ അംശയാകാൻ ആഗ്രഹിക്കുന്നു. യേശുവേ, ആ രക്തം കൊണ്ട് എന്നെ മറയ്ക്കണമേ. ആ കല്യാണ വസ്ത്രം എന്നെ ധരിപ്പിക്കണമേ. ഉടയവൻ നേരിട്ട് വന്ന് നോക്കുമ്പോൾ കല്യാണ വസ്ത്രം ധരിച്ചുകൊണ്ട് നിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആരാധിക്കുന്ന ആ സ്വർഗീയ ഗണങ്ങളോടുകൂടെ, എൻ്റെ കർത്താവേ, നിന്നെ എന്നും ആരാധിക്കുവാൻ എനിക്ക് കൃപ തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. ഇല്ലാഞ്ഞാലോ അവനെ, ആ കല്യാണവസ്ത്രം ധരിക്കാത്തവൻ എന്താണ് അനുഭവം ഉണ്ടായത്? അടുത്ത വാക്യം നമുക്ക് വായിക്കാം. രാജാവ് ശുശ്രൂഷക്കാരോട്, ഇവനെ കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇവനെ കയ്യും കാലും കെട്ടി
ഏറ്റവും പുറത്തുള്ളതായ ഇരുട്ടിലേക്ക് തള്ളിക്കളവീൻ. ന്യായവിധി. ഹല്ലേലൂയ. ഇന്ന് ഈ കല്യാണ വസ്ത്രം സൗജന്യമായി തരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. എൻ്റെ യേശുവാണിത്, യേശുവിൻ്റെ രക്തമാണിത്. ആ രക്തം എന്നെ ഇന്ന് മറയ്ക്കുവാനാണ് യേശു വന്നിരിക്കുന്നത്. എനിക്ക് കല്യാണ വസ്ത്രം തരുവാനാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞകാല പാപങ്ങളെല്ലാം ഒറ്റ ക്ഷണം കൊണ്ട് ഒരു തുള്ളി രക്തം കൊണ്ട് മായ്ച്ചു തന്നിട്ട്, ഒരിക്കലും പാപം ചെയ്യാത്തവനെ പോലെ ആ തിരുരക്തത്തിൽ എന്നെ കവർ ചെയ്ത് നിർത്തിയിട്ട്, ആ കല്യാണ വസ്ത്രം, ആ നീതിയുടെ വസ്ത്രം എന്നെ ഉടുപ്പിച്ചിട്ട് എന്നെ അവൻ്റെ കയ്യിലേക്ക്, സന്നിധിയിലേക്ക് കൈക്കൊള്ളുവാനാണ് യേശു വന്നിരിക്കുന്നത്. നീ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, പിന്നെ ഉള്ളത് ന്യായവിധി മാത്രമാണ്. പിന്നെ വീട്ടുടയവന് യാതൊരു ലീനിയൻസിയും കാണിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. അവിടെ പിന്നെ ഒന്നുമില്ല. അവിടെ ശിക്ഷാവിധി, കടുത്ത ശിക്ഷാവിധി മാത്രമാണ്. ഇന്ന് ഇത് സ്വീകരിക്കാൻ സൗജന്യമായി തരുമ്പോൾ, സ്വീകരിച്ചില്ലെങ്കിൽ ഒരു നാൾ ആ തിരുസന്നിധിയിൽ നിൽക്കുമ്പോൾ, ആ രക്തം നിൻ്റെ കവർ ചെയ്യാതെ നീ അവിടെ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവർ, പിന്നെ അവിടെ കരച്ചിലും പല്ലുകടിയും ഉള്ളതായ ആ കടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള അഗ്നിനരകം, കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. പുറത്തുള്ള ഏറ്റവും പുറത്തുള്ള ഇരുട്ട്, ഔട്ടർ മോസ്റ്റ് ഡാർക്ക്നെസ്, ഏറ്റവും പുറത്തുള്ള ഇരുട്ട്, അവിടെ ഒരിക്കലും വെളിച്ചമില്ല. എന്നും ഇരുട്ട്, എപ്പോഴും ഇരുട്ട്. അവിടെ കരച്ചിലും പല്ലുകടിയും. പ്രിയപ്പെട്ടവർ, ഈ നിത്യനരകത്തിലേക്ക് പോകാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. എന്ന് നാം കൃപയാൽ ഈ വചനം സ്വീകരിച്ചാൽ, അന്ന് ന്യായം വിധിക്കുന്ന, മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്ന ആ ന്യായാധിപതിയുടെ ആ അടുക്കൽ ഞാൻ ലജ്ജയോടെ നിന്ന് നിത്യമായ ആ ഇരുട്ടിലേക്ക് പോകേണ്ടി വരുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇന്ന് കർത്താവായ യേശുവിനെ നിൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ പ്രിയരെ? ഇന്ന് യേശു ക്ഷണിക്കാൻ വന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം. ഒരു തീരുമാനം നമ്മുടെ കർത്താവിനോട് പറയണ്ടേ. കർത്താവ് നമ്മളോട് വാദിച്ചല്ലോ പ്രിയരെ. ആ സ്നേഹം കെഞ്ചുവാണല്ലോ പ്രിയരെ. ആ ആണിപ്പാളുടെ കരം നീട്ടിയിരിക്കുകയാണല്ലോ. മോനെ, നിനക്ക് വേണ്ടി വെറുതെ അല്ലല്ലോ ഞാൻ ഈ മുറിവുകളെല്ലാം ഏറ്റ് നിനക്ക് വേണ്ടി ജീവൻ തന്നു. എൻ്റെ രക്തം മുഴുവൻ തന്നിട്ടല്ലേ നിന്നോട് ഞാൻ വാദിക്കുന്നു. മോനെ, നിന്നെ എനിക്ക് തരിക, നിന്നെ എനിക്ക് തരിക. മോനെ, നിന്നെ മുഴുവനായി എനിക്ക് തരിക. എൻ്റെ ഹൃദയത്തിലേക്ക് നീ വരിക മോനെ. ഹൃദയത്തിന് കർത്താവേ, എൻ്റെ ഹൃദയം നിനക്കായി തുറന്നു തരും. ഞാനിതാ വരുന്നു. എന്നെ എൻ്റെ ചങ്കിനോട് ചേർത്ത്, മാറോട് ചേർത്ത് അണയ്ക്കണമേ കർത്താവേ. ദൈവമേ, എൻ്റെ കർത്താവേ, നന്ദിയോടെ സ്തോത്രം. ഈ വചനം കേട്ട എല്ലാ മക്കളോടും നീ മനസ്സറിയണേ കർത്താവേ. ദൈവമേ, ഇപ്പോൾ തീരുമാനമെടുത്ത് യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിച്ച് വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിക്കുവാൻ തക്കവണ്ണം നിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഈ മക്കളെ കർത്താവേ, തങ്കത്തിരുരക്തത്തിൽ ഇപ്പോൾ മറയ്ക്കണമേ. കല്യാണ വസ്ത്രം സൗജന്യമായി പുതപ്പിക്കണമേ കർത്താവേ. നിത്യജീവൻ്റെ അവകാശികളാക്കി മാറ്റണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരവുള്ളമാറാകണമേ. ആമേൻ.